നട്ടുച്ചക്ക് നട്ടവെയിലത്ത് പുഴയില് നീരാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചങ്കിന് പൂതി അൽഫാം ഉണ്ടാക്കിയാലോ. എന്നാ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മള് കോഴിക്കടക്കാരൻ മയമാക്കാനെ ഒരു നീട്ടിയൊരു പുള്ളിയ ഒരു വലിയ പൊരുത്ത കോഴിനെ വെട്ടിക്ക് ഞങ്ങൾ ഇതാ വരുന്നു. ആ കോഴിയാണ് ഈ കടക്കണ മക്കളെ. ഇനിയാണ് പരിപാടി നടക്കാൻ പോലെ നമ്മളത് കടല. ആ കോഴി നമ്മൾ പൊയ്ത്ത വെള്ളം കൊണ്ട് കേൾക്കിയുണ്ട്. കൂട്ടത്തിൽ ചങ്ക് വെച്ചു അല്ല ഈ വെള്ളം കൊണ്ടാണ് നിങ്ങൾ പോയി കഴിക്കുന്നത്. എന്നാ ഇത് പോയി 2 ബക്കറ്റ് വെള്ളം കൊണ്ടിടാം. അപ്പോലെ മടി. അപ്പൊ ഏതായാലും നന്നായിട്ട് പോയത്ത വെള്ളം കൊണ്ട് കേകി. സ്വന്തം പാത്രം ഇല്ലാത്ത കാരണമാണ് എന്താണ് ഉടുമുണ്ട് വീണത് കേട്ടോ. ഉടുമുണ്ട് അയച്ചിട്ട് അതിൽ വെക്കണം നമ്മളെ ചങ്ക്. ഈ അമ്മാനെ മാറിക്കൊണ്ടിരിക്കുന്ന ചങ്കിനെ നിങ്ങൾക്ക് അറിയില്ല. സംഭവം പണിയെടുക്കാത്തൊരു ചങ്കാണ് സംഭവം. നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്ന ചങ്ക അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇനി നമുക്ക് ഹൈലൈറ്റിന് വേണ്ടി ഒരു ചങ്ക് വേണം. കുറച്ച് ചേമ്പിന്റെ നമുക്ക് മസാല കൂട്ടിയാലോന്ന്. ആ മസാല കൂട്ടാണ് ഈ കാണുന്ന മക്കള്. അറിയുന്ന വശം കൊണ്ടതാ ഓരോന്ന് ചേർത്ത് മഞ്ഞള്, കുരുമുളക്, മല്ലിപ്പൊടി എല്ലാം ചേർത്തുണ്ട്. എല്ലാരും കാട്ടുന്ന പോലെ കുറച്ച് നാരങ്ങ പിയ്യാന്നുള്ള ഒരു ചങ്ങിന്റെ അഭിപ്രായം. ആയിക്കോട്ടെ എന്ന് വേറെ ഇട്ടം. വേറെ ഇട്ടതിന്റെ കൂട്ടത്ത് വന്ന് പിയ്യാൻ നോക്കിയാൽ ചങ്ക് സംഭവിച്ചിട്ടില്ല നാരങ്ങ പിയ്യ. അപ്പൊ ഇനി ആകെയുള്ള കാര്യമുള്ള സംഭവമാണ് ഇഞ്ചി പേസ്റ്റ്. അത് സ്വന്തം കടയിൽ നിന്ന് വാങ്ങിയാണ് സംഭവം. ഇനി പാത്ത് കടക്കുന്ന സംഭവം അതെങ്കിലും ഉണ്ടാവട്ടെ എന്നുള്ളത്. അപ്പൊ നന്നായിട്ട് കുഴക്കണം ചങ്ക്. ഇനി നേരെ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ തേച്ചുകൊണ്ട് കോഴിന്റെ ബാക്കിയൊന്ന് മുളക് പൊടിയൊക്കെ നമുക്ക് അതിന്റെ നേരെ തിരികെ. എന്നിട്ട് ബാക്കിയുള്ള ഇതാ പത്തിരിക്ക് കുഴക്കണ പോലെ കുഴച്ചോണ്ടിരിക്കണു. അല്ല അമ്മയാള് പത്തിരിക്ക് കുഴക്കൂല, അല്ലാക്കാര് വന്നാൽ അതുപോലെ കുഴച്ചോണ്ടിരിക്കണു. ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് എടുത്തിട്ട് മസാലയോട് പൊടിപ്പിക്കാനുള്ള പരിപാടി നമ്മളെ ചങ്കിന്. ഈ ബാക്കി വന്ന് ഇഞ്ചി പേസ്റ്റ് കൂടി തലയിടാൻ പറ്റുമോ നോക്കണം. അതും കൂടി കയ്യിൽ കടക്കട്ടെ എന്നുള്ള അഭിപ്രായമാണ്. സംഭവം അതെങ്കിലും നന്നാവട്ടെ എന്നുള്ളത്. ഇനിയൊക്കെ നേരെ അടുപ്പ് കത്തിക്കാനെ പരിപാടി. ഇതാണ് നമ്മളെ ചങ്കിനെ കുട്ടി. അതിനെ കൊണ്ട് നേരെ പഴിപ്പിച്ച് ചെറുക്കന്മാര്. എന്താ ചിജാനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അടുപ്പിനെ കുറിച്ച് പറയാണ്ട് ഒരുപാട്. നമ്മളെ കൂട്ടത്തിലെ ചങ്ക് ഉണ്ടാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു. നമ്മൾ ചങ്ക് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കി തരും. അപ്പൊ ഇത്രയൊക്കെ ബിൽഡപ്പ് കൊടുത്ത് അടുപ്പ് ഞാൻ കത്തിച്ചോളാം അത് വാശി പിടിച്ചാണ്ട് ഒത്തിരിക്കാൻ നമ്മൾ മറ്റേ ചങ്ക് മൂല്യന്മാര് ഉദ്ഘാടനത്തിൽ ഇരിക്കണമാര് ഇരിക്കാ പോനെ. എന്തായാലും ഉസാറായി കത്തിച്ചിക്കണേ. ഏതായാലും ആ സമയം കൊണ്ടാണ് നമ്മൾ മസാല പിടിച്ച കോഴിതാ കുട്ടികളെ തൊട്ടിരുമ്പോ കടത്തുന്ന പോലെ മറ്റേ ചങ്ക് വരിയായി കടത്തുണ്ട്. വല്ല റാലിക്കും പോകാനാന്നപ്പോ എന്റെ പൂതി. ഏതായാലും ഇപ്പൊ നന്നായി പരത്തി വെച്ച ശേഷം ബാക്കിയൊന്നും മസാല നമ്മളെ ചങ്ക് കുട്ടികളെ മേത്ത് പൗഡർ വെക്കൂലേ കുളി കഴിഞ്ഞാല് അതേപോലെ തേച്ചോണ്ടിരിക്കണ്ട. ഏതായാലും കൂട്ടിപ്പൊടിച്ച് നമ്മളെ ചങ്ക് അടുപ്പത്തോണ്ടേക്കാനുള്ള പരിപാടിയാണിത്. അപ്പൊ നമ്മൾ അടുപ്പ് ഏകദേശം കത്താണോ ഇനി പുകയാണോ എന്ന് അറിയില്ല. എന്തായാലും മിന്നോണ്ടിരിക്കണ ആ പണിയെടുക്കാത്ത ചങ്കാണ് മിന്നത്. പുകയിന് കണ്ടപ്പോ എന്തായാലും ഉഷാറായിക്കണമെന്നാണ് എല്ലാരും പോതി. അപ്പൊ ഉഷാറായിട്ടില്ല സംഭവം കത്തല്. രണ്ടാമത് ആളി കത്തിച്ചോണ്ടിരിക്കാണ്. തിജ്ജായിട്ടില്ലാത്തേ നമ്മളെ ചങ്ക് പറയാണ്. ആ ചങ്കാണ് ഇതിന്റെ മെയിനില്ലേ കണ്ടില്ല. ഇവിടെയാണ് ഇതിന്റെ മെയിൻ ആള്. ഏതായാലും ഉഷാറായി കത്തിച്ചോണ്ടിരിക്കണ്ട്. കത്തിച്ചൊക്കെ ഏകദേശം ആയി. ഏതായാലും എല്ലാവരും ആഞ്ഞു വന്ന് മിന്നുണ്ടായതല്ലോ വിശന്നിട്ടേ. ആ പുതിയ ചങ്ങിന് ആ ഭാഗത്ത് കാണില്ല. ഏതായാലും ആ ഭാഗത്ത് കൊയങ്ങിയിരിക്കാണ് പാവം. ഏതായാലും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. ഏതായാലും ഒരു ഭാഗം തിരിച്ചപ്പോ ഏകദേശം ഒക്കെ കരിഞ്ഞിക്കാനി വെന്തൊക്കെയാണ് ഏതോ അറിയണില്ല. ഏതായാലും ഇരുട്ടായിക്കൂടെ. അപ്പൊ ഏകദേശം ഒക്കെ വെന്തുക്കണമെന്നൊരു ഐഡിയ മനസ്സിലായി. അപ്പൊ നമ്മളെ ചങ്കില മസാല ഒക്കെ പിടിച്ചാനാണെന്ന് പറഞ്ഞാൽ സിമെന്റ് തേക്കണ പോലെ പടുവാരി കുത്തിയോണ്ടിരിക്കുക അതിന്റെ ഇടയ്ക്ക് ഇട്ട് തേക്കാൻ വേണ്ടി. അപ്പൊ ഏകദേശം ഒക്കെ വെന്തു. അഭിപ്രായം ചോദിച്ചപ്പോ സാറായിക്കണു. പഴിച്ചിട്ടാ തോന്നുന്നുണ്ട്. ഏതായാലും എല്ലാരും നന്നായിട്ട് കഴിച്ചു.